ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ വൻപിഴ ഈടാക്കാനുള്ള നീക്കമാണിപ്പോൾ. സിഇഒ പീറ്റർ എൽബേഴ്സിനെ നീക്കാൻ ആവശ്യപ്പെട്ടേക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, ഇത് കമ്പനിയുടെ ഭാഗത്തുണ്ടായ പരിപൂർണമായ വീഴ്ചയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് വ്യോമയാന മന്ത്രാലയം എത്തുകയാണോ? എത്രത്തോളം കടുത്ത നടപടിക്കുള്ള സാധ്യതയുണ്ട്? പ്രതിസന്ധി എപ്പോഴത്തേക്ക് പരിഹരിക്കാൻ കഴിഞ്ഞേക്കും? രതീഷ്, ഈ ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഈ ഇൻഡിഗോ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണെന്നൊരു ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. അതായത് ഈ പൈലറ്റുമാരുടെ ഈ ഡ്യൂട്ടി ഷെഡ്യൂൾ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ DGCA പുറത്തിറക്കിയിരുന്ന ഈ മാനദണ്ഡം അട്ടിമറിക്കുന്നതിന് വേണ്ടിയാണ് ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരുന്നതെന്ന വിമർശനമായിരുന്നു ഉയർന്നിരുന്നത്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇൻഡിഗോയ്ക്കെതിരെ കടുത്ത നടപടിക്ക് കേന്ദ്ര സർക്കാർ മുതിരുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഈ പ്രതിസന്ധിയിൽ ഇൻഡിഗോയ്ക്ക് കനത്ത പിഴ ചുമത്തുവാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ഇതിനു പുറമെ ഈ കമ്പനിയുടെ CEO നീക്കാൻ ആവശ്യപ്പെടുമെന്ന ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഈ ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ ഒരു നിർദ്ദേശം ഇൻഡിഗോയ്ക്ക് നൽകിയിട്ടുണ്ട്. അതായത് യാത്രക്കാർ ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയെങ്കിൽ ക്യാൻസൽ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ യാത്രക്കാർക്ക് നൽകേണ്ട റീഫണ്ട് നാളെ രാത്രി 8 മണിക്കുള്ളിൽ നൽകുവാനാണ് ഇപ്പോൾ ഇൻഡിഗോയോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം തന്നെ ഈ റീഫണ്ട് നടപടികൾ നാളെ രാത്രി 8 മണിക്ക് മുൻപ് പൂർത്തിയാക്കണമെന്ന് ഇൻഡിഗോയ്ക്ക് വ്യോമയാന മന്ത്രാലയം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. കാലതാമസം അനുവദിക്കില്ല എന്ന് വിശദീകരിക്കുന്നുണ്ട്. വിമാനങ്ങൾ റീഷെഡ്യൂൾ ചെയ്യുന്നതിന് പണം ഈടാക്കരുത് എന്നടക്കം മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങൾ ഇടപെടലാണ് ഉണ്ടാകുന്നത്? ഇൻഡിഗോയ്ക്ക് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം ഇവയാണ്. അതായത് റീഫണ്ട് നടപടികൾക്ക് കാലതാമസം ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. ഈ വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എങ്കിൽ യാത്രക്കാർക്ക് നാളെ രാത്രി 8 മണിക്കുള്ളിൽ അവരുടെ റീഫണ്ട് നൽകണമെന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് ഒരു കാരണവശാലും ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു നടപടി ഉണ്ടാകരുതെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇൻഡിഗോയ്ക്ക് നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇൻഡിഗോയുടെ ഈ നടപടി സംബന്ധിച്ച്, അതായത് ഈ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഇൻഡിഗോയുടെ ഭാഗത്തുണ്ടായിരുന്ന വീഴ്ചകൾ പരിശോധിക്കുന്നതിന് വളരെ വിശദമായ പരിശോധനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ഈ പരിശോധന ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ അതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ പുറത്തു വന്നാൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇൻഡിഗോയ്ക്കെതിരെ കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകാനാണ് സാധ്യത. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.